അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവരുടെ ട്രേഡ് പോളിസിയുടെ ഭാഗമായിട്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ പല രാജ്യങ്ങളുടെ മുകളിലും താരിഫ് ചുമത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. പല രാജ്യങ്ങളുടെ മുകളിലും അദ്ദേഹം താരിഫ് ചുമത്തുകയും ചില രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലോട്ട് ഈ താരിഫിനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. എന്താണ് താരിഫ്? ശരിക്ക് നമ്മുടെ രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലോട്ട്, അഥവാ അമേരിക്കയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ നിന്നും അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ മുകളിൽ അമേരിക്കൻ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. എന്തിനാണ് അമേരിക്ക പോലുള്ള ഒരു രാജ്യം ഇത്തരം താരിഫിലോട്ട് പോകുന്നത്? പ്രധാനമായിട്ടും അതിനുള്ള ഒരു റീസണ്, ഒന്ന് അവരുടെ ട്രേഡ് ഇംബാലൻസ് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാലൻസ് കൊണ്ടുവരുന്നത്. നിലവിൽ അതിൽ അവരുടെ ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവായിരിക്കും. മറ്റൊന്ന് അവരുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിനെ പോലെ തന്നെ അവിടുത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള താരിഫ് നടപടിയിലോട്ട് US പോകുന്നത്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് US ഇത്തരത്തിലുള്ള താരിഫുകൾ മറ്റു രാജ്യങ്ങളുടെ മുകളിൽ ചുമത്തുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പിന്നിലുള്ള ഒന്നാമത്തെ റീസൺ അഡ്രസ്സിംഗ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന. ട്രംപ് ഉന്നയിക്കുന്നത് അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചു കൊണ്ടുവരണമെന്നാണ്. എന്താണ് ട്രേഡ് ഡെഫിസിറ്റ്? ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലുള്ള അവസ്ഥയാണ് നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് എന്നാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇത് US-ന് നല്ലതല്ലാന്നും അതുമൂലം തന്നെ താരിഫ് ഇമ്പോസ് ചെയ്യുന്നതിലൂടെ US-ലോട്ടുള്ള ഇമ്പോർട്ടിന്റെ അളവ് ഗണ്യമായി കുറക്കാമെന്നുമാണ് ട്രംപ് ഇതിലൂടെ വിശ്വസിക്കുന്നത്. ജപ്പാന്, സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിലോട്ട് ട്രംപ് ഇതിനകം തന്നെ ലെറ്റർ അയച്ചിട്ടുണ്ട് അവരുമായിട്ടൊരു താരിഫ് ഡീല്, ട്രേഡ് ഡീലിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. കാരണം അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് ഈ രാജ്യങ്ങളിൽ അവരുടെ ഗവൺമെന്റ്, അഥവാ ജപ്പാനിലും കൊറിയയിലുള്ള ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തിട്ടുള്ള ടാക്സ് കുറക്കുക, അതുപോലെ തന്നെ അമേരിക്കയിൽ ഇവരുടെ പ്രോഡക്റ്റിനുള്ള ടാക്സും കുറക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേഡ് ഡീല് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ട്രംപ് ഇതിനകം തന്നെ ലെറ്റർ അയച്ചിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് ഡീലിലൂടെ അമേരിക്കയുടെ എക്സ്പോർട്ട് എൻഹാൻസ് ചെയ്യുക, അതുപോലെ തന്നെ അമേരിക്കയിലോട്ടുള്ള ഇമ്പോർട്ട് കുറച്ചു കൊണ്ടുവരിക. അതുമൂലം അവരുടെ ട്രേഡ് ഡെഫിസിറ്റ് തമ്മിലുള്ള എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്നുള്ള ആ വലിയൊരു അന്തരം, അഥവാ അവരുടെ ഇമ്പോർട്ട് കുറച്ചു കൊണ്ടുവന്ന് ഈ ഒരു വലിയൊരു ഡിസ്റ്റൻസ് ഒഴിവാക്കുക എന്നുള്ളതുമാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് എന്ന. ട്രംപ് അമേരിക്കയിലോട്ട് നമ്മുടെ രാജ്യത്തിൽ നിന്നും ഒരു പ്രോഡക്റ്റ് കയറ്റുമതി ചെയ്യുന്നതിന് പകരം നമ്മുടെ രാജ്യത്തെ ഒരു കമ്പനിയോട് ട്രംപ് ആവശ്യപ്പെടുന്നത് അമേരിക്കയിൽ ചെന്ന് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്, മാനുഫാക്ചറിങ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കമ്പനികൾക്ക് അമേരിക്കയിൽ മാനുഫാക്ചർ നടത്തുന്ന സമയത്ത് താരിഫ് ബാരിയേഴ്സ് ഉണ്ടാവില്ല. ഇതിലൂടെ അമേരിക്കൻ എലക്ഷനിൽ നമ്മുടെ ട്രംപ് ഉന്നയിച്ച അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിനാണ് ട്രംപ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഊന്നൽ നൽകുന്നത്. സോ ഗ്ലോബലി ഉള്ള വലിയ കമ്പനികളൊക്കെ അമേരിക്കയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യിക്കുക എന്നുള്ളതും ഈ ഒരു താരിഫിന് പിന്നിലുള്ള ഒരു ലക്ഷ്യമായിട്ട് വേണേ നമുക്ക് കണക്കാക്കാം. മറ്റൊന്ന് ട്രംപ് പറഞ്ഞത് റെസിപ്രോക്കൽ താരിഫാണ്. എന്താ റെസിപ്രോക്കൽ താരിഫ്? ട്രംപ് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തിന്റെ പ്രോഡക്റ്റിന് മുകളിൽ നിങ്ങൾ ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രോഡക്റ്റിന്റെ മുകളിൽ US ഗവൺമെന്റും ടാക്സ് ഇമ്പോസ് ചെയ്യും. ഈ ആരോപണം ട്രംപ് കൂടുതലായിട്ട് ഉന്നയിച്ചത് ജപ്പാന്, അതേപോലെ തന്നെ സൗത്ത് കൊറിയ എന്നുള്ള രാജ്യങ്ങളുടെ മുകളിലാണ്. കാരണം അവിടെ US പ്രോഡക്റ്റുകൾക്ക് അവർ ഹയർ താരിഫ് ഈടാക്കുന്നതിലൂടെ US പ്രോഡക്റ്റുകൾ അവരുടെ ആ രാജ്യത്തിലോട്ടുള്ള എക്സ്പോർട്ടിന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാം. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ജപ്പാനിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നുള്ള US-ലോട്ടുള്ള എക്സ്പോർട്ടിന്റെ മുകളിൽ US ഗവൺമെന്റും പകരം താരിഫ് ഈടാക്കും. ഇതിനെയാണ് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്നത്. ഇത് മറ്റൊരു തരത്തില് ത്രെട്ടണിങ്ങോ വാണിങ്ങോ ആയിട്ട് ജപ്പാനിനും സൗത്ത് കൊറിയക്കും വേണേൽ കണക്കാക്കാവുന്നതുമാണ്. മറ്റൊന്ന് ട്രംപ് പറഞ്ഞത് സ്ട്രാറ്റജിക് ലിവറേജ് ഇൻ നെഗോസിയേഷൻ എന്നാണ്. എന്താണ് സ്ട്രാറ്റജിക് ലിവറേജ് ഇൻ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ, മറ്റു രാജ്യങ്ങളുമായിട്ട് പുതിയ ട്രേഡ് ഡീലുകൾ നെഗോഷിയേറ്റ് ചെയ്യാൻ താരിഫിനെ ഒരു ആയുധമാക്കിയിട്ട് മാറ്റുക.
അതിനുള്ള ഒരു ഡെഡ് ലൈനും ട്രംപ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 1 മറ്റു രാജ്യങ്ങളുമായിട്ട് പുതിയ ട്രേഡ് ഡീലിലോട്ട് എത്തിക്കുക, US മറ്റു രാജ്യങ്ങൾ പുതിയൊരു ട്രേഡ് ഡീലിലോട്ട് എത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ഇതിന് പിന്നിലുണ്ട്. വിയറ്റ്നാം പോലുള്ള ഒരു രാജ്യത്തിന് മുകളിൽ ട്രേഡ് ഡീലിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ 46% ടാക്സ്. ഇനി നിങ്ങൾ ഓഗസ്റ്റ് 1 ട്രേഡ് ഡീലിലോട്ട് എത്തുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ മുകളിൽ 20% ടാക്സും അമേരിക്ക ഇമ്പോസ് ചെയ്യുന്നുള്ളത് ത്രെട്ടൺ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ടാർഗറ്റിംഗ് സ്പെസിഫിക് ഇൻഡസ്ട്രി. ട്രംപ് ഈ താരിഫ് നീക്കത്തിലൂടെ ചില ഇൻഡസ്ട്രീസിനെ മാത്രമായിട്ട് പ്രത്യേകം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് കോപ്പർ, അലുമിനിയം, സ്റ്റീല് എന്നീ പ്രോഡക്റ്റുകൾ US എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിൽ 50% ടാക്സും, എന്നാൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് US എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ മുകളിൽ 200% ടാക്സും അമേരിക്കൻ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നുള്ളതാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ ഒരു ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് എടുത്ത ഒരു നടപടിയായിട്ട് വേണേൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. ഫാർമസ്യൂട്ടിക്കൽ അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസിലും രാജ്യം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ചു കൊണ്ടുവരാനും സ്വന്തം രാജ്യത്ത് ഇതിന്റെ ഉൽപാദനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു നീക്കം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മറ്റൊന്നാണ് ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അഥവാ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന സമയമാണിത്. ബ്രസീല്, ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ ഒരു സമ്മിറ്റിൽ പങ്കെടുക്കുന്നത്. ഈ സമ്മിറ്റിൽ എപ്പോഴെങ്കിലും ഈ പറയപ്പെടുന്ന രാജ്യങ്ങൾ US ഡോമിനൻസിന് എതിരായിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ, അഥവാ ഒരു സപ്പോസ് US ഡോളറിന്റെ ഇൻഫ്ലുവൻസ് കുറക്കാൻ വേണ്ടി ഈ രാജ്യങ്ങൾ കൂടി ചേർന്ന് ഇവർക്ക് US ഡോളർ അല്ലാതെ മറ്റേതെങ്കിലും ഇവരുടെ കറൻസികൾ പരസ്പരം ഇന്റർനാഷണൽ ട്രേഡിന് യൂസ് ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെന്റിലോട്ടൊക്കെ എത്തുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് മുകളിലെല്ലാം അമേരിക്ക 10% അഡീഷണൽ താരിഫ് എന്ത് ചെയ്യും, ഈടാക്കും, അതല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നുള്ളതും ട്രംപ് എന്ത് ചെയ്തിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ അമേരിക്കൻ ഡോമിനൻസ് വേൾഡില് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ക്യാമ്പയിനിങ്, എലക്ഷൻ ക്യാമ്പയിനിങ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ വരുന്ന മറ്റൊന്നാണ് എക്കണോമിക് പ്രൊട്ടക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ എക്കോണമിനെ ഗ്ലോബൽ കോമ്പറ്റീഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക, അഥവാ അമേരിക്കൻ എക്കണോമിക് ഡോമിനൻസ് നിലനിർത്തുക, അമേരിക്കയുടെ എക്സ്പോർട്ട് കൂട്ടിക്കൊണ്ടുവരിക, അവരുടെ ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്തു വരിക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അമേരിക്കയിലോട്ടുള്ള എക്സ്പോർട്ട്, മറ്റു രാജ്യങ്ങളുടെ എക്സ്പോർട്ടിനെ ഡീഗ്രേഡ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ട്രംപ് ഈ രാജ്യങ്ങളുടെ മുകളിലെല്ലാം എന്ത് ചെയ്യുന്നത്, താരിഫ് ചുമത്തുന്നത്. ഈ താരിഫിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ്? ഇപ്പൊ സപ്പോസ് അമേരിക്കയില് ഒരു പെന്ന് മാനുഫാക്ചർ ചെയ്യുന്നതിന് 100 രൂപയാണ്, അതല്ലെങ്കിൽ 105 രൂപയാണ്. എന്നാൽ ചൈനയിൽ ഒരു പെന്ന് മാനുഫാക്ചർ ചെയ്യുന്നതിന് 90 രൂപയാണ്. അപ്പൊ ചൈനയുടെ ഒരു പെന്ന് അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് 90 രൂപയുടെ പെന്ന് അമേരിക്കയിൽ ഒരു പക്ഷെ അവർക്ക് അത് 100 രൂപക്ക് സെല് ചെയ്യാൻ കഴിയും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അമേരിക്കയിൽ 105 രൂപക്ക് ഈ പെന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ആളുടെ പെന്ന് ആളുകൾ എന്ത് ചെയ്യില്ല, വാങ്ങിക്കൂല. പകരം ചൈനീസ് പെൻ എന്ത് ചെയ്യും, അമേരിക്കൻ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങും. ഇത് അവിടെയുള്ള അമേരിക്കൻ പെൻ മാനുഫാക്ചേഴ്സിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, അമേരിക്കയിലുള്ള പെന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിക്ക് നഷ്ടമാണ്. അപ്പൊ ഇവിടെ ട്രംപ് ചെയ്യുന്നത് 90 രൂപയുടെ പെന്നിന്റെ മുകളിൽ ഒരു 30 രൂപ ടാക്സ് ഇടുക. 30 രൂപ ടാക്സ് ഇടുന്ന സമയത്ത് പിന്നീട് ആ പെന്ന് അമേരിക്കൻ മാർക്കറ്റിൽ സെല് ചെയ്യുന്നത് 120 രൂപക്കാണ്. ആക്ച്വലി എത്ര അതിന്റെ കോസ്റ്റ് ഉള്ളൂ? 90 രൂപയേ ഉള്ളൂ. അപ്പൊ 120 രൂപക്കാ പിന്നീട് അവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കൻ പ്രോഡക്റ്റ് അപ്പൊ ചീപ്പർ ആവുകയും ചെയ്യും, കാരണം അതിന് 105 രൂപയാണ്. കാരണം അത് ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ മുകളിൽ താരിഫ് ഇല്ല. അപ്പൊ അമേരിക്കൻ കൺസ്യൂമേഴ്സ് അമേരിക്കൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യും, ഫോറിൻ പ്രോഡക്റ്റിലോട്ടുള്ള അവരുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു വരും. ക്ലിയർ ആണ്? അപ്പൊ ഇതാണ് ട്രംപ് താരിഫിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു എക്കണോമിക് പ്രൊട്ടക്ഷനിസം ട്രംപിന്റെ ഒരു ആശയമാണ്. തന്റെ സമ്പത്ത് വ്യവസ്ഥ അത് ഏതൊരു പ്രധാനമന്ത്രിയും ഏതൊരു പ്രസിഡന്റും ആഗ്രഹിക്കുന്നതും മുന്നോട്ട് വെക്കുന്നതാണ്. തന്റെ രാജ്യത്തിനെ എക്സ്റ്റേണൽ കോമ്പറ്റീഷനിൽ നിന്നും എക്സ്റ്റേണൽ ടഫ് മാർക്കറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. ഈ കഴിഞ്ഞ ജൂലൈ 7-നും 9-നും ഇടയിലായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും ഏകദേശം 20ഓളം രാജ്യങ്ങൾക്ക്, ജപ്പാന്, അതുപോലെ തന്നെ സൗത്ത് കൊറിയ, മലേഷ്യ, മ്യാൻമർ തുടങ്ങിയ 20ഓളം രാജ്യങ്ങളിലോട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്.
എന്തിനു വേണ്ടിയിട്ട്? US-ഉമായിട്ട് ട്രേഡ് ഡീലിലോട്ട് ഓഗസ്റ്റ് 1 മുമ്പ് എത്തിയിട്ടില്ല എങ്കിൽ ഇവരുടെ പ്രോഡക്റ്റിന് നിലവിൽ 25% താരിഫ് ഉള്ളത് 40% ആക്കിയിട്ട് മാറ്റുമെന്ന് പറഞ്ഞിട്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു റെസിപ്രോക്കൽ താരിഫ് ഒക്കെ ആയിട്ട് കണക്കാക്കാം. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം US പ്രോഡക്റ്റിന്റെ മുകളിൽ അമിതമായിട്ടുള്ള ടാക്സ് ഈടാക്കുന്നുണ്ട്, ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ ഒരു സമയം കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് US എന്തിന് അവരുടെ താരിഫ് കൂട്ടുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി നമുക്ക് ഓരോ രാജ്യവും US-ലോട്ട് എത്ര എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും US ഇമ്പോർട്ട് ചെയ്യുന്നത് എത്ര ഡോളറാണ്, അതല്ലെങ്കിൽ അതിന്റെ മൂല്യം എത്രയുള്ളതെന്നും നമുക്കൊന്ന് നോക്കാം. മെക്സിക്കോ, ചൈന, കാനഡ, ജപ്പാന്, ജർമ്മനി, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളാണ് കൂടുതലായിട്ടും US-ലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇതില് മെക്സിക്കോ തന്നെ ഏകദേശം $475 ബില്യൺ പ്രോഡക്റ്റ് അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയാണെങ്കിൽ ഏകദേശം $427 ബില്യൺ, അതുപോലെ തന്നെ കാനഡ $421 ബില്യൺ, വിയറ്റ്നാം $95 ബില്യൺ ഒക്കെ പ്രോഡക്റ്റ് അമേരിക്കയിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ചൈനയുടെ ഇലക്ട്രിക് പ്രോഡക്റ്റിന്റെ മുകളിൽ അമേരിക്ക 145% ടാക്സ് എന്ത് ചെയ്യുന്നു? ഇമ്പോസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, താരിഫ് ഇമ്പോസ് ചെയ്യുന്നു. കാരണം ചൈനയില് ഓൾറെഡി അവർ തമ്മിലുള്ള ഒരു ട്രേഡ് ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്, ചൈന അമേരിക്ക. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് അമേരിക്കക്കാർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ചൈനീസ് ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആണ്. സോ അതിന്റെ മുകളിൽ ഏകദേശം 145% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയില് ഒരു പ്രോഡക്റ്റ് 100 രൂപക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അമേരിക്കയിൽ എത്തുമ്പോൾ 245 രൂപയാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ട്രേഡ് താരിഫ് വാറിലോട്ട് രാജ്യങ്ങൾ തമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അറിയിക്കുക. ഓക്കെ, താങ്ക് യു.